ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട വളരെ മനോഹരമായ ഒരു പവലിയനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അത് സംഘടനയുടെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു പവലിയനാണ്. നിരവധി ചിത്രങ്ങൾ, നിരവധി ചരിത്ര ലിഖിതങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്കവ പരിചയപ്പെടാം. എണ്ണമറ്റ പോരാട്ടാനുഭവങ്ങൾ, കേരളത്തിൻ്റെ സിവിൽ സർവീസിൻ്റെ ചരിത്രം ദൃശ്യഭാഷയിൽ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു കാലത്ത് കേരളത്തിൻ്റെ അവസ്ഥ. തലയ്ക്കുമീതെ ശൂന്യാകാശം. ഇനി ശൂദ്രർക്കും ഈഴവർക്കും സ്വർണം ധരിക്കുന്നതിനുള്ള നിരോധനം നീക്കിയത് സംബന്ധിച്ച ഉത്തരവാണ്. ഇതൊരു വലിയ ചരിത്ര പ്രസിദ്ധമായ ഉത്തരവാണ്. അതിൻ്റെ പകർപ്പ് നിങ്ങൾക്കിവിടെ കാണാം. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും പൊതുവഴിയിൽ കൂടി വണ്ടിയിൽ സഞ്ചരിക്കുന്നതിനുള്ള അനുവാദം 1865 AD. ആലോചിച്ച് നോക്കുക, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പല സ്വാതന്ത്ര്യങ്ങളും അന്ന് അസ്വാതന്ത്ര്യങ്ങളായിരുന്നു. പാരതന്ത്ര്യത്തിന്റെ തടവറയിലായിരുന്നു നമ്മുടെ പൊതുസമൂഹം. അതിനൊക്കെ വളരെയധികം സമരങ്ങളിലൂടെയും സമര വിളംബരങ്ങളിലൂടെയുമാണ് അതിജീവിച്ച് നമ്മൾ ഇന്ന് ഈ കാണുന്ന സ്വാതന്ത്ര്യ ലബ്ധിയിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ചരിത്ര രേഖകളാണ് ഈ പവലിയനിൽ ഒരുക്കിയിട്ടുള്ളത്. ജീവിച്ചുകൊണ്ട് വേല ചെയ്യുക അല്ലെങ്കിൽ പൊരുതി മരിക്കുക, നരകതുല്യമായ ജീവിത സാഹചര്യങ്ങൾക്കെതിരെ തൊഴിലാളി വർഗം സമരപാതയിലേക്ക് ഇറങ്ങി 1819 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ തുണിമിൽ സമരത്തിന്റെ ഓർമ്മ പുതുക്കലാണിത്. അതുപോലെ തന്നെ ചോരയിൽ കുതിർന്ന മെയ് മാസം 1890 മെയ് 1 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും ആവശ്യപ്പെട്ട തൊഴിലാളി വർഗ മുന്നേറ്റം. അതിനെ തുടർന്ന് വ്യാപകമായ പോലീസ് വേട്ട. മെയ് 4 ചിക്കാഗോയിലെ ഹേ മാർക്കറ്റിൽ തൊഴിലാളികളുടെ കൂട്ടൻ പ്രതിഷേധ പ്രകടനം, പോലീസ് വെടിവെപ്പ്. അവിടെ 12 പേർ രക്തസാക്ഷികളാകുന്നു. അങ്ങനെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളെ അതേപടി ഒപ്പിയെടുത്തിരിക്കുന്ന ഒരു പവലിയൻ. ഒരു തുള്ളി മഷി. അതിനകത്ത് 1967 തെരഞ്ഞെടുപ്പിൽ EMS സർക്കാർ അധികാരത്തിൽ വരുന്നു. വാഗ്ദാനം നിറവേറ്റാൻ ഒരു തുള്ളി മഷി. കേന്ദ്ര നിരക്കിൽ ക്ഷാമബത്ത ഉത്തരവാകുന്നു. ജീവനക്കാരന്റെ സർവീസ് ചരിത്രത്തിലെ ആദ്യമായ മുഹൂർത്തം. അതുപോലെ തന്നെ 10,000-കണക്കിന് ജീവനക്കാർ അറസ്റ്റിലായ ഒരു സംഭവം. പണിമുടക്കത്തെ കേന്ദ്ര സർക്കാർ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ഒരു അനുഭവം. അങ്ങനെ 1966 കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ രൂപപ്പെടുന്നതിന് മുമ്പുള്ള ജീവനക്കാരുടെ സമരം, അതുപോലെ തന്നെ അതിന്റെ ചരിത്രം, കേരളം മുന്നോട്ട് പോയത്, കേരളത്തിലെ ജീവനക്കാർ മുന്നോട്ട് പോയത്. നോക്കൂ, പേ ഇക്വലൈസേഷൻ, ജീവനക്കാരോടുള്ള UDF സർക്കാരിന്റെ വഞ്ചന. ഇപ്പോൾ UDF സർക്കാരാണ് ഭരിക്കുന്നത്. 1993 നവംബർ മാസം 23-ാം തീയതി പേ ഇക്വലൈസേഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപനം നടത്തി. ജീവനക്കാരുടെ പ്രക്ഷോഭങ്ങളുടെ ഫലമായി റിപ്പോർട്ടിൽ നിഷേധിക്കപ്പെട്ട 10, 20, 25 വർഷങ്ങളിലെ സമയബന്ധിത ഹയർ ഗ്രേഡ് തിരികെ നൽകി. എന്നാൽ 5 വർഷ ശമ്പള പരിഷ്കരണം, ലീവ് സറണ്ടർ, റണ്ണിംഗ് മാസ്റ്റർ സ്കെയിൽ, ഉയർന്ന ഇൻക്രിമെന്റ് നിരക്ക്, സ്കെയിലുകൾ തമ്മിലുള്ള പാരിറ്റി എന്നീ ആനുകൂല്യങ്ങൾ UDF സർക്കാർ അട്ടിമറിച്ചു കളഞ്ഞു. അക്കാര്യവും ഇവിടെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ പവലിയനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ജീവനക്കാർ നടത്തിയ സമരം, അതുമാത്രമല്ല സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുണ്ടായിരുന്ന ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മൾ നേരിട്ടിരുന്ന അസ്വാതന്ത്ര്യത്തിന്റെ, നമ്മൾ നേരിട്ടിരുന്ന പാരതന്ത്ര്യത്തിന്റെ നേർക്കാഴ്ച ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.